ഇടതുപക്ഷത്തിന് പ്രത്യേകിച്ച് CPM-ന് രാഷ്ട്രീയ സത്യസന്ധതയിൽ നിന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി KM ഷാജി ചെങ്ങളായി UDF തെരഞ്ഞെടുപ്പ് പൊതുയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആരോപണ വിധേയനായ പിണറായി വിജയനെ തള്ളിപ്പറയാൻ തയ്യാറാകാത്ത MV ഗോവിന്ദൻ CPM-ന് അപമാനമാണ്. DYFI സഖാക്കളുടെ കയ്യിൽ നിന്ന് ബോംബ് പൊട്ടുമ്പോൾ തള്ളിപ്പറഞ്ഞ തടിയൂരുന്ന പാർട്ടിക്ക് DYFI അക്രമകാരികളായി വളർത്തിയെടുത്തതിന്റെ ഉത്തരവാദിത്തം നിഷേധിക്കാനാവില്ല. മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ PP ഖാദർ അധ്യക്ഷത വഹിച്ചു. മുഹമ്മദ് അള്ളാകുളം, TNA ഖാദർ, EV രാമകൃഷ്ണൻ, PA ഹൈദ്രോസാജി, അഷ്റഫ് ജുവലി, കൊയ്യം ജനാർദ്ദനൻ, C അബ്ദുൽ ഖാദർ, TR രാജ്കുമാർ, KM ഇബ്രാഹിം, ഖാദർ തെർലായി, PK അബ്ദുള്ള, നാസർ വളക്കെ, KP അബൂബക്കർ, നസീമ ഖാദർ, KP റംലത്ത്, PK നഫീസ, ഉഷ ഗോവിന്ദൻ, KP മായ നജി, അഷ്ഫീർ ചെങ്ങളായി, ഇബ്രാഹിം ചോലകുണ്ടം, ആഷിഖ് ചെങ്ങളായി എന്നിവർ സംസാരിച്ചു. ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് രാഹുൽ ഗാന്ധി വളരെ കൃത്യമായി അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ സമീപനങ്ങൾ വളരെ മനോഹരമായി കണ്ണൂരിൽ സംസാരിക്കുകയാണ്. രാജ്യം എന്താണ് അഭിമുഖീകരിക്കുന്നത് എന്ന്, രാജ്യത്തിന് എന്താണ് അനിവാര്യമായിട്ടുള്ളത് എന്ന് ചെറുപ്പക്കാരോട്, രാജ്യത്തിലെ വനിതകളോട്, ജനങ്ങളോട് നിശ്ചയദാർഢ്യത്തോടെ അദ്ദേഹം സംസാരിക്കുകയാണ്. ഒരുപാട് കാഴ്ചപ്പാടുകളുടെയും നിലപാടുകളുടെയും ഒക്കെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യം പതിറ്റാണ്ടുകളായി നിലനിൽക്കുന്നത്. അടിസ്ഥാനപരമായ ആ താല്പര്യങ്ങളെ ഹനിക്കുകയും രാഷ്ട്രീയമായ ഭരണവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന അധികാരത്തിന് വേണ്ടിയുള്ള ഇടപെടലുകളെ മുഖ്യമായി കൊണ്ടുപോകുകയും ചെയ്ത ഒരു അധികാരവർഗമാണ് ഇന്ത്യയിൽ നിന്ന് കുടിയൊഴിഞ്ഞു പോകേണ്ടത് എന്ന് നമ്മൾ വിചാരിക്കുന്നത്. കഴിഞ്ഞ 5 വർഷക്കാലമായി ഇന്ത്യയിൽ ലോകത്തിലെ എല്ലാ ഇൻഡെക്സുകളിലും അതിദയനീയമാണെന്ന് നമ്മുടെ നാട് പിറകോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. വേൾഡ് ഹങ്കർ ഇൻഡെക്സ് ആവട്ടെ, ട്രേഡ് ഇൻഡെക്സ് ആവട്ടെ, ഡെമോക്രാറ്റിക് ഇൻഡെക്സ് ആവട്ടെ, എഡ്യൂക്കേഷണൽ ഇൻഡെക്സുകളാവട്ടെ, എല്ലാത്തിനും ഇന്ത്യ പിറകിലാണ്. രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള തീവ്രമായ പരിശ്രമങ്ങളല്ല, മറിച്ച് അടുത്ത വർഷവും അധികാരത്തിൽ എങ്ങനെ വരാം എന്നതിനെ കുറിച്ചുള്ള ചിന്തകൾ മാത്രമാണ് ഇവിടെ പുലർത്തപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഭരിക്കുന്നവൻ പറയുന്നത് മനുഷ്യർ തമ്മിലുള്ള ചെറിയ പ്രശ്നങ്ങളെ വലുതാക്കുകയും ജാതിയുടെയും ഉപജാതിയുടെയും മതവർഗങ്ങളുടെയും ഒക്കെ പേരിൽ മനുഷ്യനെ വേർതിരിക്കുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. നരേന്ദ്രമോദി പറയുന്ന ഒരു കാര്യം, ഞങ്ങൾ ഹിന്ദുക്കൾക്ക് വേണ്ടിയാണ് ഭരിക്കുന്നത് എന്ന്. ഇന്ത്യ ഭരിക്കുന്ന ആരാണ് ഈ രാജ്യത്തിലെ ഹിന്ദുക്കൾക്ക് വേണ്ടി അല്ലാതെ ഭരിക്കാനാവുക? 80% ഹിന്ദുക്കളാണ് ഇന്ത്യ രാജ്യത്തുള്ളത്. ഈ രാജ്യം ആര് ഭരിച്ചാലും അവർക്ക് വേണ്ടിയാണ് ഭരിക്കേണ്ടത്. 80% പട്ടിണി, 80% തൊഴിൽ, 80% വിദ്യാഭ്യാസം, 80% പുരോഗതി, അത് ലക്ഷ്യമാകാതെ നിൽക്കാൻ ആർക്കാനാവുക? 80% വോട്ട് മാത്രം വേണം എന്ന് ചിന്തിക്കുമ്പോഴാണ് പ്രശ്നമുണ്ടാകുന്നത്. ഈ രാജ്യത്ത് എന്തൊക്കെ നന്മയുണ്ടായാലും ആ നന്മയുടെ 80% അനുഭവിക്കുന്നത് ഈ രാജ്യത്തിലെ ഹിന്ദു സഹോദരന്മാരാണ്. ഈ രാജ്യത്ത് എന്തൊക്കെ ദോഷങ്ങൾ ഉണ്ടായാലും ആ ദോഷങ്ങളുടെ 80% അഭിമുഖീകരിക്കേണ്ടി വരുന്നത് ഈ രാജ്യത്തിലെ ഹിന്ദു സഹോദരന്മാരാണ്.